ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒക്കെ ട്രാവൽ ലോഗ്. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ ഒരു ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ വലിയ ട്രിപ്പ് എന്ന് പറയാനില്ല, ജസ്റ്റ് നെയ്യാറ്റിൻകരയിൽ മാർത്താണ്ഡം വരെ ഒരു ട്രിപ്പ് ഉണ്ട്. അങ്ങനെ രാവിലെ നെയ്യാറ്റിൻകരയിൽ പഴയട വന്ന് ഹൈവേ കയറിയാണ് പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മാർത്താണ്ഡം പോകാനായിട്ട് ഹൈവേ കയറി നേരെ ചെറുവാരക്കോണം, അവിടുന്ന് നേരെ കളിയിക്കാവിള, കൊഴുത്തറ, മാർത്താണ്ഡം. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം, കാണാം. സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. നല്ല രസമുണ്ട് സൂര്യോദയം ഹൈവേയിലുള്ള. എന്തായാലും രാവിലെ അല്പം മഴയൊക്കെ പെയ്തായിരുന്നു. റോഡൊക്കെ നനഞ്ഞും വെള്ളം കെട്ടൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് രാവിലെ അങ്ങ് മാർത്താണ്ഡം ലക്ഷ്യമാക്കി പോവാം. അപ്പോൾ സൂര്യൻ ഭയങ്കരമായി ബ്രൈറ്റ് ആയി തുടങ്ങി. നല്ല സൂര്യപ്രകാശമൊക്കെ വന്നു. ആ മഴയുടെ ലക്ഷണമൊക്കെ അങ്ങ് മാറി. നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രാവിലെ ഹൈവേയിൽ കൂടെ വന്നപ്പോൾ പലരും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കണ്ടു. കുട്ടികളൊക്കെ ബാഗും തൂക്കി ട്യൂഷന് പോകുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്ക് കാണാം. പണ്ടൊക്കെ ഇതിലെ ഹൈവേയിലൊക്കെ വരുമ്പോൾ നിറച്ച് ബൊഗൈൻ വില്ല പൂത്ത് നിറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോഴും നിറച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞത് ഇതുപോലത്തെ മഞ്ഞ പൂക്കളാണ്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പലയിടത്തും. പിന്നെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞ് ചെടികൾ, അതെല്ലാം ഇങ്ങനെ ഹൈവേയില് വർക്കേഴ്സ് എല്ലാം ഇങ്ങനെ വെട്ടി ലെവൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന നമുക്ക് ഇപ്പോഴത്തെ കാഴ്ച ഇതുപോലത്തെ മഞ്ഞ പൂക്കളാണ് നിറച്ച് നിൽപ്പുണ്ട്. ഇതിനേക്കാളും ഭംഗിയില് പല കളറില് ബൊഗൈൻവില്ല നിൽക്കുന്നത് നമുക്ക് കാണായിരുന്നു. നമുക്കൊരു ലോങ് വ്യൂ കിട്ടും. ഹൈവേയിലെ റൈറ്റ് സൈഡിലൊക്കെ നിറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു വ്യൂ. രാവിലെ ആകുമ്പോ ഒരു പ്രത്യേക രസമാണ് അത് കാണാൻ. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നിന്ന് സർവീസ് റോഡ് കയറണം. സർവീസ് റോഡ് കയറി നമുക്ക് നേരെ കളിയിക്കാവിളയാണ് പോവേണ്ടത്. കളിയിക്കാവിളയാണ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ. ഇവിടെ ബോർഡുണ്ട്. കന്യാകുമാരി ലെഫ്റ്റ്, പൂവാറ് റൈറ്റ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. രാവിലെ തന്നെ ഒരു കൊലക്കടയൊക്കെ നമുക്ക് കാണാം. ഒരു മന്ത്രി VIP എസ്കോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മൾ അങ്ങനെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്ന് നേരെ നമുക്ക് കളിയിക്കാവിള. ഇതാണ് ചെറുവാരക്കോണം ജംഗ്ഷൻ. ഇവിടെ റൈറ്റ് സൈഡ് ഒരു നഴ്സറി ഗാർഡൻ ഉണ്ട്, ആത്മനിലയം അഗ്രികൾച്ചർ പാർക്ക്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ വാങ്ങിക്കാം. ലവ് ബേർഡ്സും പിന്നെ കാഴ്ചകളൊക്കെ ഉണ്ട്.
മീനുണ്ട്, പിന്നെ ഒന്ന് രണ്ട് എമു, അത് ഓസ്ട്രിച്ചിന്റെ ചെറിയ സൈസ് എമു ഉണ്ട്. അതൊക്കെ നമുക്കൊരു ദിവസം കാണാം. അടുത്തിനി ഇതുവഴി വരുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയായാലും കയറാം. ഇവിടെ 2 തിയേറ്റർ ഉണ്ട്. കളിക്കോള, നമ്മളങ്ങനെ കളിക്കോള ജംഗ്ഷൻ അടുപ്പിച്ചായി. അതവിടെ 2 തിയേറ്റർ ഉണ്ട്. അത്യാവശ്യം വലിയ തിയേറ്ററാണ്. പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സിനിമ കാണാനൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയ തിയേറ്ററാണ്. അപ്പൊ കുറച്ചുകൂടെ അവരൊന്ന് അതിനെ പുതുക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കോഴിവിള എന്നാ പറയുന്നത്. കോഴിവിള ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാം. തമിഴ്നാട് ഇന്റർസ്റ്റേറ്റ് ബോർഡർ ആണ്. നമ്മള് ചെറിയ ചെക്ക് പോസ്റ്റ് കടന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റേറ്റ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഈ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായിട്ടുള്ള കല്ലുകൾ ടിപ്പർ ലോറിയിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ നിർത്തി അവര് ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അങ്ങനെയുള്ള ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ഈ റോഡിന് ലെഫ്റ്റ് സൈഡായിട്ട് പാരലലായിട്ടാണ് നമ്മളെ മെയിൻ റോഡ് ഉള്ളത്, NH. അപ്പൊ നമ്മൾ വന്ന് കയറിയത് ബൈപ്പാസ് റോഡ് വഴിയാണ്. അവിടെയാണ് മെയിൻ ചെക്ക് പോസ്റ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ കളിയിക്കവിടെ എത്തി. തമിഴ്നാട്ടിലോട്ട് നമ്മൾ കയറുകയാണ്. ഇതാണ് കളിയിക്കാവിള. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്ന റോഡാണ് മെയിൻ NH. നമ്മളിപ്പോ വന്ന് കയറിയ റോഡ് ബൈപ്പാസ് റോഡാണ്. നമ്മളിപ്പോ തമിഴ്നാട്ടിൽ കയറി തമിഴ്നാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ പണ്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കാരണം ഈ ഓൺലൈൻ പെർമിറ്റ് അല്ലാത്ത സമയത്ത് ഇവിടുന്ന് ക്യൂ തുടങ്ങും വണ്ടികൾ. ഈ ലെഫ്റ്റ് സൈഡാണ് അത്യാവശ്യം നല്ല ഹോട്ടലൊക്കെ ഇപ്പോൾ ഉണ്ട്. ഈ കാണുന്നതാണ് RTO ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞു. ഇവിടെ എല്ലാ വണ്ടി ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കും. ഇവിടെ ഇറങ്ങി നമ്മള് പെർമിറ്റ് എടുത്ത പേപ്പർ സീൽ ചെയ്ത് വേണം പോവാൻ. അപ്പൊ പിന്നെ എല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ട് നമ്മൾ പെർമിറ്റ് എടുത്തങ്ങ് പോയാൽ മതി എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ. പെർമിറ്റ് നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 350-400 രൂപ അടുപ്പിച്ചാവും. വെളിയിൽ അക്ഷയ വഴി എടുക്കുമ്പോൾ ഒരു 400-450 റേഞ്ച് ആവും. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി. അടുത്ത് നമുക്ക് പോവേണ്ട മാർത്താണ്ഡം. അടുത്ത മെയിൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോ പറമ്പാല് മോഡുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരുത്തപുരം. അത് കഴിഞ്ഞ് നേരെ കുഴിത്തറയിൽ നിന്ന് നേരെ മാർത്താണ്ഡം. ഇതാണ് തമിഴ്നാട്ടിലെ കാഴ്ചകൾ. ഇവിടെ നിറച്ച് ടയർ കടയും ബസ്സൊക്കെ, ഒരുപാട് ബസ്സുകൾ വന്ന് അങ്ങനെ നിന്ന് എയറൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെയൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കുഴിത്തറ ജംഗ്ഷൻ എത്തി. ഇതാണ് കുഴിത്തറ ജംഗ്ഷൻ. അങ്ങോട്ട് പോകുന്ന കഴുകന്തിട്ട നമുക്ക് KSRTC ബസ് കാണാം. തിരുവനന്തപുരം ഫാസ്റ്റ്. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതായിരുന്നു പഴയ ഒരു പാലം, കുഴിത്തറ 6ന്റെ മുകളിൽ കൂടെ. ഇപ്പൊ നമ്മൾ പോകുന്നത് പുതിയ പാലം. പുതിയ പാലം വന്നിട്ട് ഒരുപാട് വർഷമായി. പഴയ പാലം അല്പം ഡാമേജ് ആണ്. ഹെവി വെഹിക്കിൾസ് ഒന്നും പോകാൻ പറ്റൂല. ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇപ്പോഴും അതുവഴി പോകുന്നുണ്ട്. നമുക്ക് കുഴിത്തറ 6 ഒപ്പം കാണാം. അപ്പോൾ കുഴിത്തറ 6 എത്താറായി. ലെഫ്റ്റ് സൈഡിൽ കുഴിത്തറ 6 നമുക്കൊന്ന് കാണാം.
നമ്മുടെ കൊഴുത്തറ ആറ്. വെള്ളം കുറവാണ് ഇപ്പൊ ആറ്റില്. നമുക്കിനി പോവേണ്ട ബോർഡ് വന്നത്, ബോർഡ് തേങ്ങാപ്പട്ട ലെഫ്റ്റ് കന്യാകുമാരി, നേരെ തിരുനെൽവേലി നേരെ. നമുക്ക് ലെഫ്റ്റ് ഇറങ്ങി വേണം മാർത്താണ്ഡത്തോട്ട് പോവാൻ. ഇനി നമുക്ക് നേരെ മാർത്താണ്ഡം വിടണം. അപ്പൊ ഇവിടെ ഒരു അമ്പലമുണ്ട്, വെടിവെച്ചാൻ കോവിൽ എന്ന് പറയും. അയ്യപ്പന്റെ അമ്പലമാണ്. ഇവിടെ എല്ലാവരും കാണിക്കാണ് പോകുന്നത്. ഇതാണ് വെട്ടുമണി ജംഗ്ഷൻ. വെട്ടുമണി നേരെ പോകുന്നതാണ് മാർത്താണ്ഡം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ മാർത്താണ്ഡം എത്തി. മാർത്താണ്ഡം ഒരു സൈഡ് വണ്ടിയൊക്കെ ഒതുക്കി ഇട്ടു. അങ്ങനെ ഒരു ഫുട്പാത്തിൽ കൂടെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ മാർത്താണ്ഡം ഫ്ലൈ ഓവർ. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും മാർത്താണ്ഡത്ത് അല്ലെങ്കിൽ കൊഴുത്തറയിൽ കുറച്ച് കാഴ്ചകളൂടെ ഉണ്ട്, നമുക്കത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മള് അങ്ങനെ മാർത്താണ്ഡമൊക്കെ കണ്ടു. മാർത്താണ്ഡം കണ്ടിട്ട് നമ്മളിപ്പോ നിൽക്കുന്ന കൊഴുത്തറ ആറിന്റെ നടുഭാഗത്തായിട്ടാണ്, ഏതാണ്ട് നടുക്കായിട്ട്. ആ പാലമാണ് നമ്മൾ നേരത്തെ വന്ന കൊഴുത്തറ പാലം. അപ്പോ ഇത് ആറ് ക്രോസ് ചെയ്ത് കടക്കാൻ വേണ്ടി കെട്ടിയിട്ടുള്ള ഒരു ചപ്പാത്ത് പോലത്തെ ഒരു സ്ഥലമാണ്. നിറച്ച് വെള്ളമാണ്. ബൈക്കാണ് കൂടുതലും പോകുന്നത്. ബൈക്ക് വാങ്ങാനോ മഴ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് നിറഞ്ഞ് നല്ല കാറ്റാണ്. എവിടെയൊക്കെ നിന്ന് കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ വച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്ന് കാല് കഴുകാം, പക്ഷെ നല്ല ആഴമുണ്ട്. ഇതാണ് കൊഴുത്തറ ആറ്. നമ്മൾ പിന്നെ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാ കേട്ടോ, ഒരു ജയന്റ് വീലും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അവിടെ കൊഴുത്തറ ബാഹുബലി ചന്ത തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ പലരും വന്ന് കുളിക്കുന്നുണ്ട്, തുണിയൊക്കെ കഴുകുന്നുണ്ട്. അപ്പോ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നതാണ് വെള്ളം. അതിന്റെ ഒരു ഫ്ലോ ആണ് ഈ കാണുന്നത്. നല്ല പ്രഷറിലാണ് വരുന്നത് വെള്ളം അപ്പുറത്തുനിന്ന്. ഇതാണ് അതിന്റെ ഒരു ഓപ്പണിംഗ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റിലാണ് വെള്ളം ഇപ്പുറത്ത് ഇങ്ങനെ വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ ഇപ്പോ കൊഴുത്തറ ബാഹുബലി ചന്തയിലോട്ട് കയറാൻ പോകുന്നത്. ഇവിടെ സ്റ്റാളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇന്നലെയാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആയത്. പിന്നെ ഒരുപാട് കടകൾ വരാനുണ്ട്. ഇപ്പോ ജസ്റ്റ് കുറച്ച് കടകളിലും അതിന്റെ പണിയൊക്കെ നടക്കുകയാണ്. ഇവിടെ നിറച്ച് ചട്ടികൾ നമുക്ക് കാണാം. ആക്ച്വലി ഇതിന്റെ ഫുൾ സ്വിങ് കാണണമെങ്കിൽ ഒരാഴ്ച കൂടെ കഴിയണം. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇതിന്റെ ഒരു 100% നമുക്ക് കാണാൻ പറ്റും. നിറച്ച് കടകളും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റും ഡെക്കറേഷൻസ് ഒക്കെയാണ്. അതൊരു വല്ലാത്ത വ്യൂ ആണ്. ഫ്രണ്ട്സ്, ഇതാണ് അതിന്റെ മെയിൻ എൻട്രി. നമ്മൾ ഈ ഷോർട്ട് കട്ട് വഴി വന്നു. ഇവിടെ കുലുക്കി സർബത്തിന്റെ കടകൾ, പാനിപൂരി കടകൾ, സർബത്ത് കടകളൊക്കെ ഉണ്ട്. പിന്നെ ഈ മധുര സാധനങ്ങളുടെ കട, അപ്പൊ അതൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കൂടുതലും
ചെടികൾ, ഒരുപാട് ചെടികൾ ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്ക് എന്തായാലും എൻട്രൻസിലോട്ട് കയറാം. എന്തായാലും ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 20 രൂപ ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഓരോ ഹോൾ ഇട്ടിട്ടുണ്ട് ടിക്കറ്റ് വാങ്ങിക്കാൻ. നമ്മൾ ടിക്കറ്റ് എടുത്തു. 40 രൂപയാണ് ടിക്കറ്റ്. അപ്പൊ നമുക്കിനി അകത്തേക്ക് കയറാം. ഇവിടെ നിന്നാണ് നമുക്ക് അകത്തേക്ക് കയറാനുള്ളത്. അങ്ങനെ നമ്മൾ ബാഹുബലി ചന്തയുടെ അകത്ത് കയറി. കയറുമ്പോ തന്നെ നിറച്ച് കടകളും വലിയൊരു ആനയുടെ രൂപവും നമുക്കിവിടെ കാണാം. കൊമ്പൻ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇപ്പോണ്ട് ഒരു കൊമ്പൻ. നമുക്കൊന്നൊരു കടയിലേക്ക് കയറി നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ ബോ കളക്ഷൻസ്, കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നിറച്ച് കുപ്പിയ വളകൾ കാണാം. നിറച്ച് കമ്മലുകൾ. കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളുണ്ട്. എന്ത് വേണോ വന്ന് വാങ്ങിക്കാം. എല്ലാം വിലക്കുറവാണ്. കൊച്ചു പിള്ളേർക്ക് പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ എന്ത് വേണോ ഇവിടെ വന്നാൽ വാങ്ങിക്കാം. ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ്. ഇവിടെ വന്നാൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലെ ലേഡീസിനായാലും ലേഡീസിനുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. എല്ലാം തലയിൽ കെട്ടുന്ന വെറൈറ്റി റിബണുകൾ, ക്ലിപ്പുകൾ, വളകൾ. സോഫ്റ്റ് ടോയ്സ് എല്ലാം ഉണ്ട് ഇവിടെ വന്ന. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം പണികളൊക്കെ നടക്കണതേ ഉള്ളൂ. പല പല ആഡുകളിലേക്ക് ഫ്ലക്സ് ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം അഡ്വഞ്ചറസ് റൈഡൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ പണിയൊക്കെ നടക്കണതേ ഉള്ളൂ. ഇവിടെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് കണ്ടോ, കൊച്ചു പിള്ളേർക്ക് ഒക്കെ ഉള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ. ജമ്പിങ് സർക്കിൾ, ഇവിടെ കയറി കുട്ടികൾക്കൊക്കെ ചാടി തുള്ളി കളിക്കാം. ജയന്റ് വീല്, ഇവിടെ എല്ലാം സ്റ്റാളിന്റെ ഒക്കെ വർക്കൊക്കെ നടക്കണതേ ഉള്ളൂ.
നമ്മളെ ജയന്റ് വീൽ അതും അണ്ടർ കൺസ്ട്രക്ഷൻ. ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ മരണക്കിണർ. അതിനകത്താണ് ബൈക്ക് ഓട്ടം. 2ഉം 3ഉം ബൈക്കും പിന്നെ ഒരു ചെറിയ മാരുതി കാറും എല്ലാം ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അതൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രത്യേക ടിക്കറ്റാണ്. ടിക്കറ്റ് എടുത്തൊക്കെ കാണാം. ഇവിടെ ഒരു ചങ്ങാതി ഇരിപ്പുണ്ട്. ഗോസ്റ്റ് ഹൗസ്. ഇതും അണ്ടർ കൺസ്ട്രക്ഷൻ. ആ കാണുന്ന ചെറിയൊരു ട്രെയിനാണ് ഡ്രാഗൺ ട്രെയിൻ. സൂപ്പർ ഫാമിലി ഡ്രാഗൺ ട്രെയിൻ. അതും കൊച്ചു പിള്ളേർക്കുള്ള. ഇവിടെ ഒരു ചെറിയൊരു ജയന്റ് വീലുണ്ട്. ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ചേട്ടന്മാരൊക്കെ നിന്ന് പണി ചെയ്യുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. കണ്ണാടി താഴെ കിടക്കുന്ന മണലെല്ലാം പറന്ന് നമ്മുടെ കണ്ണിൽ വന്ന് വീഴും. ആ കണക്കിനുള്ള കാറ്റടിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോന്നിനും കയറുന്നതിനും ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബുക്കിംഗ് കൗണ്ടേഴ്സ് ഉണ്ടാവും. അടുത്ത കൊച്ചു പിള്ളേർക്കുള്ള ഒരു കുതിര സവാരി. ഏതാണ്ടൊക്കെ കാഴ്ചകളൊക്കെ തീർന്നു തുടങ്ങുന്നു. ആ കടയിൽ പോയാൽ നല്ല കോളിഫ്ലവർ ഫ്രൈ, മുളക് വെജി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. അതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരമായിരിക്കും. എന്നാലും ഒന്ന് നോക്കാം. പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഇങ്ങനെ ഈർക്കില് കോർത്ത് ഒക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. കട ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും ഇതൊക്കെ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം ആവും ഓപ്പണിങ്. എന്തായാലും നമുക്ക് വൈകുന്നേരം വരാം. വൈകുന്നേരം വന്നാൽ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. നമുക്കിവിടെ ഒരു സ്റ്റാളുണ്ട്. ഇവിടെയും കൊച്ചു പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെയാണ് കൂടുതൽ. ഇതാ പോക്ക് വേണോ, എന്ത് ഐറ്റം വേണോ ഉണ്ട് ഇവിടെ. ഇവിടെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ലേഡീസിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുവിധം പൈസയൊക്കെ തീരും. അപ്പൊ അതനുസരിച്ച് എല്ലാവരും റെഡിയായിട്ട് വരിക. വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഒരു കടയിലോട്ട് കയറാൻ പോവുകയാണ്. ഏതെടുത്താലും 10 രൂപ, ഏതെടുത്താലും 20 രൂപ കടയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഇവിടെ എല്ലാം കൂടുതലും സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. സ്റ്റീൽ തന്നെ വെറൈറ്റി ഐറ്റംസ്, ഗ്ലാസുകൾ, സ്പൂണ്, തവി, ടിഫിൻ പാത്രങ്ങൾ, പ്ലേറ്റുകൾ. പ്ലേറ്റ് എല്ലാം 80 രൂപ, 70 രൂപ, 60 രൂപ റേഞ്ചൊക്കെയാണ് ഉള്ളത്. ഈ പാത്രങ്ങളൊക്കെ 40 രൂപയാണ്. അതിന് തന്നെ റേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൂണ്, തവി എല്ലാം 20 രൂപ, 50 രൂപ. ഇവിടെ വരുമ്പോ പ്ലാസ്റ്റിക് ഐറ്റംസ്, ചട്ടികൾ, ചെടിച്ചട്ടികൾ എല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസ്. ഇതൊക്കെ എല്ലാം 20 രൂപയാണ് ഏതെടുത്താലും. ഇവിടെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. 5 എണ്ണം
100 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും നമുക്ക് നോക്കാം, ഒരു 5 എണ്ണം നമുക്ക് വാങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എല്ലാം കണ്ടൊക്കെ ഇറങ്ങി ഒരു ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ചു. 5 എണ്ണം 100 രൂപയ്ക്ക്. പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് അകത്ത് കയറാൻ. നമ്മൾ ടിക്കറ്റ് കൗണ്ടർ. അപ്പോ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെയും ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് എന്തായാലും പോവാം. അപ്പൊ നമ്മളങ്ങനെ മെയിൻ എൻട്രൻസിന്റെ അവിടെ പിന്നെ എത്തി. നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് ഷോർട്ട് കട്ട് എടുത്താണ് പോകുന്നത്. ഇതിലേ പോകുമ്പോഴാണ് നമ്മൾ കൊഴുത്തറ ആറിന്റെ നടുക്കൂടെ ഉള്ള ഒരു ചപ്പാത്ത് പാലം പോലെ, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് പോലെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഈ പോണത്. പിന്നെ ഇവിടെ കരിമ്പൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കരിമ്പ് ജ്യൂസൊക്കെ കിട്ടും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ കണ്ടത് ഇതൊന്നും അല്ല. ഇതിന്റെ ഫുൾ സ്വിങ്ങില് വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൂടെ കഴിയണം. അതും വൈകുന്നേരങ്ങളിൽ വരണം. എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഭയങ്കര തിരക്കുമാണ്. എല്ലാ വർഷവും ഇവിടെ ഉണ്ട്. ബാഹുബലി ചന്ത എന്നാണ് അതിന് പറയണത്. ജൂലൈ മാസം തന്നെയാണ് അതിന്റെ, ജൂലൈ ലാസ്റ്റ് ആവും അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പോ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. എല്ലാവരും അത് വിസിറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ ചട്ടിയും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കണ്ടോ, വലിയ ജീപ്പ്, JCB, സ്റ്റഡി ടേബിൾ എല്ലാം വച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി നേരെ കൊഴുത്തറ ആറിന്റെ അടുത്ത് പോവാം. അടുത്ത് നടന്നു പോവാം. ഇവിടെ എല്ലാം സ്റ്റോളിന്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. എങ്ങനെ പോയാലും ഫ്രണ്ട്സ്, ഇത് മാക്സിമം പോയ ഒരാഴ്ച അതിനകത്ത് വെച്ച് അവരെല്ലാം റെഡിയാക്കും. അപ്പൊ നമ്മളങ്ങനെ പിന്നെയും കൊഴുത്തറ ആറിന്റെ നടുക്ക് വന്നിരിക്കുകയാണ്. ആ ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു വഴിയാണിത്. ഈ വഴി നമുക്ക് ചിലരൊക്കെ നടന്നിട്ടുണ്ടാവും, ഇതിലെ പോയിട്ടുണ്ടാവും. ഞാൻ ഇതിലെ ബൈക്കിൽ പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്. എന്നാലും ഇത് വല്ലാത്ത ഒരു കാഴ്ചയാണ് ഫ്രണ്ട്സ്. കൊഴുത്തറ ആറ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ പാലം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങനെ ഒരു ക്രോസിങ് വെച്ചിട്ടുണ്ട്. കാരണം വേറെ കാറ്, ഓട്ടോ അങ്ങനെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി, only for 2 വീലേഴ്സ് and people walking, അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു ഡിവൈഡർ പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ പോലെ വച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കരിമ്പും ജ്യൂസൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കിനി വണ്ടിയിലോട്ട് പോവാം. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടുമാണ്. ഇവിടെ വരാൻ പറ്റിയ സമയം വൈകുന്നേരമാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് പോവാം.
ഫ്രണ്ട്സ് നമ്മളങ്ങനെ വണ്ടിയിലൊക്കെ കയറി. ഭയങ്കര ചൂടാണ്. ഇവിടെ ഒരു ചെറിയൊരു മീൻ ചന്തയാണ്. അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കുറച്ച് അമ്മച്ചിമാരും എല്ലാരും വലിയ മീനും കാച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മൾ വെട്ടുമണിയിലാണ്. വെട്ടുമണി ജംഗ്ഷനിൽ അവിടെ നേരെ പോകുന്നത് മാർത്താണ്ഡം, റൈറ്റ് എടുത്ത് പോകുന്നത് നമുക്ക് കളിയിക്കാവള. അപ്പൊ ഈ ബാഹുബലി ചന്ത എന്ന പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറ്റിലാണ് വാവിന്റെ അന്ന് എല്ലാവരും ബലിയിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ബാഹുബലി കട, അങ്ങനെ ബാഹുബലി ചന്ത എന്നുള്ള ഒരു പേര് വരാനുള്ള മെയിൻ കാരണം. ഇവിടെ ഈ കുഴിത്തറ ആറില് എല്ലാരും വന്ന് ബലിയിടും. അങ്ങനെ ബലിയിടുന്നതിന് പേര് കേട്ട ഒരു ആറാണ്. അങ്ങനെയാണ് ഇവിടെ ബാഹുബലി. അപ്പോൾ ആ സമയം അവര് ജൂലൈ മാസമാണ്. അങ്ങനെ ആ ഒരു സമയം നോക്കി അവിടെ ഒരു കോവിലിലെ ഉത്സവവും കൂടിയാണ്. അതുകൂടെ കണക്കാക്കി അവരങ്ങനെ ബാഹുബലി ചന്ത ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെ വന്നു. എല്ലാ വർഷവും ഉണ്ട്, എല്ലാ വർഷവും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ സ്വിങ്ങിലുള്ള സ്റ്റാളും മറ്റു കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് ഇത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ട് ആണ്. 20 രൂപയാണ് ഇതിന്റെ എൻട്രി. അത് ഞാൻ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദിവസമേ ഇതിന്റെ ഒരു കാണത്തുള്ളൂ. ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം. ആ 15 ദിവസം ഇവിടെ ഭയങ്കര ഒരു തിരക്കുമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലും വീക്കെൻഡിലും. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോ ആ സമയത്ത് വരണമെങ്കിൽ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേയ്സിൽ എപ്പോഴെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ വരിക. ഈ സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലും ചൂടൊക്കെ ആയിരിക്കും. അപ്പോ അതാണ് അതിന്റെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി പോയിക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് അങ്ങനെ വെട്ടുമണി കഴിഞ്ഞ് കൊഴുത്തറ ആറിന്റെ മുകളിലൂടെ ആ പാലമൊക്കെ കഴിഞ്ഞ് കൊഴുത്തറ ജംഗ്ഷൻ എത്താറായി. അപ്പോ ഞാൻ അവിടെ ഒരു ലോക്കൽ ഒരു ചേട്ടനോട് ചോദിച്ചു ഈ ബാഹുബലി ചന്തയുടെ കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോ ചേട്ടൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇനിയിപ്പോ 21-ാം തീയതി, ഈ മാസം 21-ാം തീയതി എന്തോ കർത്തവാവാണ്. അപ്പൊ അന്ന് ആണ് ഇവിടെ ഭയങ്കര തിരക്ക്, ബലിയിടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ അമ്പലത്തില് ഉത്സവവും കാര്യങ്ങളും. അങ്ങനെയാണ് ഇവിടെ ബാഹുബലി ചന്ത തുടങ്ങാൻ മെയിൻ റീസൺ അതാണ് എന്നുള്ളതാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ വേറെ അതൊന്നുമല്ല, കറുത്തവാവ് ദിവസം ബലിയിടുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കൊഴുത്തറ ജംഗ്ഷൻ. അങ്ങനെ ഇവിടെ ഒരു ലക്ഷ്മി വിലാസ് ബേക്കറി ഉണ്ട്. അവിടെ നല്ല എരിയുള്ള ചിപ്സ് കിട്ടുമെന്നാ പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊഴുത്തറ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നേരെ കളിയിക്കാവള ലക്ഷ്യമാക്കി പോവുകയാണ്. വന്ന വഴിയിൽ കൂടെ നേരെ കളിയിക്കാവള ചെന്ന് നേരെ ചെറുവാരക്കോണം ബൈപ്പാസ് കയറി നേരെ വീട്ടിലോട്ടാണ്. അപ്പൊ നമുക്ക് നേരെ കളിയിക്കാവളയിലോട്ട് പോവാം. അതെടുക്കും ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ പഴയ RTO ചെക്ക് പോസ്റ്റ് കളിയിക്കാവളയുള്ള. ഇവിടെ 1-2 റെസ്റ്റോറന്റ് ഉണ്ട്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, CSI കളിയിക്കാവള. ഇവിടെയും ചെറിയ ചെറിയ ലോട്ടറി കടകൾ. കളിയിക്കാവള അത്യാവശ്യം ഒരു ബിസിനസ് കേന്ദ്രമാണ്. നാഗർകോവിലിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് വന്ന് ഹോൾസെയിൽ ആയിട്ടൊക്കെ വന്ന് ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്ന ഒരു ഏരിയയാണ് കളിയിക്കാവള.
അങ്ങനെ നമ്മൾ കളിക്കാവിള എത്തിയിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ് ലോറികൾക്കും. KSRTC ഒക്കെ വന്നിപ്പോ ഇവിടെ വന്നിട്ടാണ് തിരിഞ്ഞ് കളിക്കാവിള സ്റ്റാൻഡിൽ വരുന്നത്. അപ്പം നമ്മളിപ്പോ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും. ഇതാണ് കളിക്കാവിള മെയിൻ ചെക്ക് പോസ്റ്റ്. റൈറ്റിലോട്ട് പോയാൽ നമുക്ക് കാണാം. നമ്മളിപ്പോ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ഇതുവഴി ചെന്ന് നേരെ ബൈപ്പാസ് കയറി വേണം പോകാൻ. ഒരുപാട് ഹെവി വെഹിക്കിൾസ് ഇതുവഴിയാണ് പോകുന്നത്. അവർക്ക് അതുവഴി നെയ്യാറ്റിൻകര ആ സൈഡൊക്കെ ബ്ലോക്കുള്ളത് കൊണ്ട് എല്ലാവർക്കും എളുപ്പം ഇപ്പൊ ബൈപ്പാസ് കയറി നേരെ അങ്ങ് പോകുന്നതാണ്. എല്ലാവരും ഇതുവഴിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്കും അങ്ങനെ തന്നെ പോയേക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഇന്റർസ്റ്റേറ്റ് ബോർഡർ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നേരെ കേരളത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യമാണ്. വെൽക്കം ടു കേരള, നൈസ് ടു മീറ്റ് യു എന്ന് പറയില്ലേ, അതുപോലെ. അപ്പൊ ഇത് നമുക്ക് നേരെ ബൈപ്പാസ് റോഡിലോട്ട് കയറാം. ഫ്രണ്ട്സ്, ഇതാണ് ചെറുവാരക്കോണം ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് പാറശാല ചെന്ന് കയറാം. നമ്മള് നേരെയാണ് പോകുന്നത്. നമുക്ക് ബൈപ്പാസ് റോഡ് കയറാൻ എളുപ്പം ഇതിലേ പോയിട്ടാണ്. ഈ റൈറ്റ് സൈഡ് കാണുന്ന ഒരു ചർച്ചാണ്, പഴയ ഒരു ചർച്ചും കൂടെയാണത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ബൈപ്പാസിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെയൊക്കെ നിറച്ച് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. അതോ ആ നേരെ കാണുന്ന ബസ് തിരിഞ്ഞു പോയ സർവീസ് റോഡ് എടുത്ത് വേണം നമുക്ക് പോവാൻ. ഇവിടെ റോഡ് അല്പം മോശമാണ്. അങ്ങനെ നമ്മൾ കാരോട് കന്യാകുമാരി ഹൈവേയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അതിന്റെ ബ്രിഡ്ജ്. ഇവിടെ നിന്ന് റൈഡിലേക്ക് സർവീസ് റോഡ് കയറി നമുക്ക് പോകണം. ഇവിടെ സൈഡിലൊക്കെ ചെറിയ വഴിക്കച്ചവടമൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സർവീസ് റോഡ് കയറി. ഇവിടെയും ചെറിയ ഒരു ചെറുകിട കച്ചവട ടീമിനെയൊക്കെ കാണാൻ പറ്റും. നേരെ കാണുന്നതാണ് ഹൈവേ. ഇവിടെ ഹൈവേ കാണാം. ഇവിടെ പോകുന്നുണ്ട് നേരെ ട്രിവാൻഡ്രം വെള്ളത്തോട്ട്. നമ്മൾ റൈഡിലേക്ക് കയറി തിരുവനന്തപുരം ലക്ഷ്യമാക്കി ഇതാ പോകുന്നു. കോളേജ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഹൈവേ കയറിയിരിക്കുകയാണ്. ഹൈവേയിൽ കൂടി വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക ഒരു രസമാണ്. എന്താ പറയാ, ഈ പ്രത്യേക ഒരു വൈബാണ്. ഈ മഞ്ഞ പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല പോലെ പൂത്ത് ഒലഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പൂവാണ് ഇവിടെ ട്രെൻഡ്. മുൻപ് ബൊഗൈനായിരുന്നു ഇവിടെ ട്രെൻഡിങ് ആയത്. ഇപ്പോൾ ഇതാ നല്ല മഞ്ഞ കളറിൽ അങ്ങനെ അവര് പൂവണിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. ചെറിയൊരു മഴ മേഘം പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മഴ പെയ്യുമോ ഇല്ല എന്നുള്ളത് അറിഞ്ഞൂടാ. ചെറിയൊരു മങ്ങലുണ്ട്. വെയിലങ്ങനെ അധികമില്ല. വണ്ടികളും കുറവാണല്ലോ ഹൈവേയിൽ.
ഉച്ചസമയമായതുകൊണ്ടായിരിക്കണം വണ്ടികള് നല്ല കുറവാണ്. ഇങ്ങോട്ട് വന്നപ്പോ നല്ല വെയിലുണ്ട്. ഇവിടെയൊക്കെ നല്ല രസമാണ്. അവിടെ ഒരു ജോലിക്കാരൻ നിന്ന് പൂവൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബൊഗെയിൻവില്ല കാണാം മഞ്ഞ പൂവിന്റെ ഇടയിൽ. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ നെയ്യാറ്റിൻകരയിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ റൈറ്റ് എടുത്ത് പഴയകട ചെന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മള് വീട്ടിലേക്ക് പോകും. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് മാർത്താണ്ഡം റൂട്ടിന്റെ കാര്യങ്ങൾ. പിന്നെ മാർത്താണ്ഡത്ത് അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. മെയിനായിട്ട് കൊഴുത്തറ 6, പിന്നെ വാവുബലി ചന്ത, അതൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടുതലും ഫോക്കസ് ചെയ്തത്. മാർത്താണ്ഡത്ത് ഫുള്ള് ബിസിനസ് കേന്ദ്രമാണ് മാർത്താണ്ഡം പണ്ടത്തെ. അത് ഇനിയൊരു ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും മാർത്താണ്ഡത്തെ കുറിച്ച് മാത്രം. ഇവിടെ എന്തോ ചെറിയ റോഡ് പണി നടക്കുകയാണ്. ഒരു സൈഡ് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ. അവരത് കോൺക്രീറ്റ് എന്തോ ചെയ്യുകയാണ് ഈ നടുക്കത്തെ ഈ ഒരു ലൈൻ. അതിനെന്തോ ക്ലിയർ ചെയ്തിട്ട് പിന്നെ അവിടെ റീടാറിങ് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് എന്തോ ചെയ്യുന്നുണ്ട്. നീണ്ട ദിവസത്തെ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ആ ഒരു മഴക്കാറൊക്കെ മാറി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. കയറിപ്പോകുന്ന നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന മിക്ക വണ്ടികളും, എല്ലാ വണ്ടികളും തമിഴ്നാട് രജിസ്ട്രേഷനാണ്. TN72, TN74, TN75. ഇതുവരെ ഒരു 3-4 വണ്ടിയോളം ഓവർടേക്ക് ചെയ്ത് പോയി. എല്ലാം തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളാണ്. ഒരു ബൈക്കിൽ പെട്രോള് തീരാറായെന്ന് തോന്നുന്നു. അതിനെ ചരിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോഴാണ് ഒരു KL 42 വണ്ടി ഓവർടേക്ക് ചെയ്തത്. ഈ സർവീസ് റോഡിൽ നിന്നൊക്കെ ചില വണ്ടികള് ഒന്നും നോക്കാതെയാണ് നേരെ മെയിൻ റോഡിലോട്ട് കയറുന്നത്. അവരുടെ സൈഡിൽ കൂടെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് ചുമ്മാ കൊണ്ടങ്ങ് കയറും. അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ സായി അനന്താസ് റെസ്റ്റോറന്റ് ഉണ്ട് റൈറ്റ് സൈഡ്.
നമുക്കിനി എവിടുന്ന് റൈറ്റ് ആണ് പോവേണ്ടത്. പുത്തൻകട, ഇതാണ് ആ ജംഗ്ഷൻ. ജംഗ്ഷൻ എത്തി. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പഴയ നേരെ വീട്ടിലോട്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.